അഞ്ജുന്റെ കല്യാണത്തിന് ഇനി ഒരു തടസ്സം ഉണ്ടാവില്ല. ആന്റി, ഈ ടെൻഷനൊക്കെ മറന്നൊന്ന് സന്തോഷായിട്ടിരിക്കെ. ഓ, ഇങ്ങനെ മൗനവ്രതത്തിൽ ഇരിക്കാതെ എല്ലാരും ഒന്ന് ഉഷാറായേ. ഞാനൊന്ന് മുത്തശ്ശനെ കണ്ടിട്ട് വരാം, വന്നിട്ട് ബാക്കി പറയാം. അമ്മേ, അമ്മേ വേണ്ട. അതുകൊള്ളാം, അമ്മ ഇപ്പോഴും പിണക്കത്തിൽ തന്നെയല്ലേ? അല്ല, അമ്മ വന്ന കാര്യം ആന്റി മഞ്ജുചേച്ചി ഒന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയായിരിക്കും അല്ലേ? അല്ല അല്ല, അമ്മ എപ്പോ വന്നു? വരുന്ന വിവരം അറിയിച്ചതേ ഇല്ലല്ലോ. മുത്തശ്ശനോട് പറഞ്ഞിരുന്നോ? അല്ല, ഞാൻ നിന്നോട് ഈ കല്യാണത്തിന് സമ്മതിക്കരുതെന്ന് പറഞ്ഞിട്ടും അതനുസരിക്കാതെ നീ കല്യാണത്തിന് മുതിർന്ന അത് തടയാൻ ഞാൻ പിന്നെ ഇങ്ങോട്ട് വരണ്ടേ? അമ്മയോട് ഞാൻ എത്ര വട്ടം പറഞ്ഞു എന്റെ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ലാന്ന്. എടി, നിന്നോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്കറിയാം. എന്താ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. നീ വാ, നമുക്കൊരു സ്ഥലം വരെ പോവാം. നമ്മൾ എങ്ങോട്ടാ അമ്മേ പോകുന്നേ? എന്തായാലും നിന്നെ കൊല്ലാനെന്നല്ല കൊണ്ടുപോകുന്നത്. മിണ്ടാതെ എന്റെ കൂടെ വാ. ഇങ്ങോട്ട് വാ. അമ്മേ, അമ്മേ വീടമ്മേ, ഇങ്ങോട്ട് വാ. സിംഗലെ, അവളെ വിടാനാ പറഞ്ഞ. നീ എന്തായി കാണിക്കുന്നത്? അമ്മ, ഞാൻ പറയുന്നു. നീ അവിടെ നിൽക്ക്, ഞാൻ പറയുന്നത് കേക്ക്. ഇങ്ങോട്ട് വാ. അമ്മ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. വരാൻ. സിംഗലെ, നല്ല അടി വെച്ച് തന്നാലുണ്ടല്ലോ. വാ അങ്ങോട്ട്. നീ എന്തായി കാണിക്കുന്നു? സിംഗലെ, അവളെ വിടാനാ പറഞ്ഞ. ഇതേ എന്റെയും എന്റെ മോളുടെയും പ്രശ്ന. വേറെ ആരും ഇതിൽ ഇടപെടണ്ട. ഇടപെടരുത്. അമ്മ വീട് എന്തേ കാണിക്കുന്നേ? അമ്മ എന്തിനാ എന്നെ പിടിച്ചു വെക്കുന്നേ? ഞാൻ എവിടെ ഓടി പോകാനൊന്നും പോകുന്നില്ല, ഇവിടെ തന്നെ നിൽക്ക്. മിണ്ടി പോകരുത് നീ. ആരുമില്ല ഇവിടെ. ഗോപികേ, അമ്മ, ഗോപികേ, ഗോപികേ, അമ്മേ. അമ്മേ, അമ്മ ഇതെപ്പോഴാ വന്നേ? അമ്മ വരുന്ന വിവരം എന്നോട് എന്താ പറയാതിരുന്നേ?
ചേച്ചി അമ്മ നാട്ടിൽ വരുന്നു ചേച്ചിയോട് പറഞ്ഞിരുന്നോ? ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടില്ല. അതല്ല ഇവിടുത്തെ വിഷയം. ഞാൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എന്തൊക്കെ തോന്നിയാസങ്ങൾ ഇവിടെ നടക്കുന്നത്, അതാണ് ഇവിടുത്തെ വിഷയം. ചേച്ചി അമ്മ ഇതെന്താ? എല്ലാരും എത്തിയല്ലോ. എന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല. ഞാനേ ഇവരുടെ അമ്മയാ. ഈ നിൽക്കുന്ന ഗോപികയുടെയും ദേവികയുടെയും അമ്മ ശ്രീകല. നമ്മൾ പ്രതീക്ഷിച്ച ആളെത്തിയല്ലോ. അയ്യോ, ശ്രീകലയായിരുന്നോ? പെട്ടെന്ന് മനസ്സിലായില്ല കേട്ടോ. സോറി, ഇരിക്കൂ. വേണ്ട, ഞാനിവിടെ നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാൻ വന്നൊന്നുമല്ല. എനിക്കൊരു കാര്യം നിങ്ങളോട് തുറന്നു പറയാനുണ്ട്. അത് പറയാനാണ് ഞാൻ വന്നത്. ശ്രീകലയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. പക്ഷെ അതെന്ത് തന്നെയായാലും ഇരുന്ന് സാവകാശം പറയാമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഞാനിവിടെ നിങ്ങളുടെ ആതിഥ്യം സ്വീകരിക്കാൻ വന്നതല്ല. എനിക്ക് പറയാനുള്ളത് ആദ്യമേ ഞാനങ്ങ് പറയാം. മാനസിക നില തെറ്റി നിങ്ങളുടെ മകനുമായി എന്റെ ഈ മകളുടെ വിവാഹം നടത്താൻ എനിക്ക് താല്പര്യമില്ല. മനോരോഗിയായ ഒരാൾക്ക് എങ്ങനെ ഞാൻ എന്റെ മകളെ കൈപിടിച്ചു കൊടുക്കും? അത് സാധിക്കില്ല, ഒരിക്കലും സാധിക്കില്ല. എന്റെ ഇഷ്ടക്കേട് ഞാൻ എന്റെ മോളോട് പറഞ്ഞതാ. പക്ഷേ നിങ്ങൾ ഇവൾക്ക് ചിന്തിക്കാനുള്ള സമയം കൊടുക്കാതെ ഇവളെ വശീകരിച്ച് ഇവളെ കൊണ്ട് ഈ വിവാഹത്തിന് സമ്മതിപ്പിച്ചു. അമ്മേ, ശ്രീകലെ, ഞങ്ങളെ നിർബന്ധിച്ചിട്ടാണോ ദേവിക ഈ വിവാഹത്തിന് സമ്മതിച്ചത്? അങ്ങനെ ആരാ ശ്രീകലയോട് പറഞ്ഞത്? ഞങ്ങൾ ആരും നിർബന്ധിച്ചിട്ടല്ല ദേവിക ഈ തീരുമാനം എടുത്തത്. ഇത് ദേവിക തന്നെ സ്വയം എടുത്ത തീരുമാനം അല്ലെന്ന് ദേവിക പറയട്ടെ. ശ്രീകലെ, ദേവിക ഇവിടുത്തെ മരുമകളായി വന്നില്ലെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ശ്രീകല ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ ശ്രീകലയുടെ ഇളയ മകൾ ഗോപികയും കൂടെ ഇവിടെ നിന്ന് കൊണ്ടുപോകേണ്ടി വരും. അത് വേണോ? എന്തു വേണോന്ന് ശ്രീകല തീരുമാനിക്കും. ശ്രീകലെ, ഞങ്ങളുടെ മകനെക്കുറിച്ചും ഞങ്ങളുടെ മകനും ദേവികയുമായിട്ടുള്ള സ്നേഹബന്ധത്തെക്കുറിച്ചും ശ്രീകലയ്ക്ക് വ്യക്തമായിട്ട് അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാ ശ്രീകലയ്ക്ക് ഈ വിവാഹത്തോട് എതിർപ്പുണ്ടാവുന്നെന്ന് എനിക്ക് തോന്നുന്നേ. ശ്രീകല ആദ്യം ആത്മസംയമനം പാലിച്ച് എല്ലാം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എനിക്കൊന്നും മനസ്സിലാക്കാനില്ല. നിങ്ങളെപ്പോഴും നിങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനേ ശ്രമിക്കൂ. അത് നടക്കില്ല. എന്റെ മോളെ നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് തുള്ളുന്ന ഒരു കളിപ്പാവയാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഈ വിവാഹം നടത്താൻ പറ്റില്ല. ഇതേ എന്റെ തീരുമാനം. അത് തന്നെയാണ് എന്റെ മോളുടെയും തീരുമാനം.
പറയടി, ഈ വിവാഹത്തിന് സമ്മതമല്ലെന്ന് എല്ലാവരുടെയും മുഖത്ത് നോക്കി പറയാൻ. ദേവികെ, നിന്നെ ഞങ്ങൾ ആരും നിർബന്ധിക്കുന്നില്ല. ഞങ്ങളുടെ ആരുടെ മുഖവും നീ നോക്കണ്ട. സിദ്ധുവായിട്ടുള്ള വിവാഹത്തിന് നിനക്ക് സമ്മതമല്ലെങ്കിൽ നീ അത് തുറന്നു പറഞ്ഞു. ഇതുവരെ ഞാൻ എൻ്റെ അമ്മയെ അനുസരിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ ഈ വിവാഹകാര്യത്തിൽ എനിക്ക് എൻ്റെ അമ്മയെ അനുസരിക്കാൻ സാധിക്കില്ല. അമ്മ എന്നോട് ക്ഷമിക്കണം. ആരും നിർബന്ധിച്ചിട്ടല്ല ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. ഏറെ ആലോചിച്ച് എന്റെ സ്വന്തം ഇഷ്ടപ്രകാര ഞാൻ ഈ വിവാഹത്തിന് തയ്യാറായത്. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് കുട്ടനെ. എന്റെ ഈ ജന്മം കുട്ടന് വേണ്ടിയുള്ളതാ. അതുകൊണ്ടാ ഒരിക്കലും കാണാൻ സാധ്യതയില്ലാതെ ഒരുപാട് ദൂരത്ത് ജീവിച്ചിരുന്ന ഞങ്ങള് തമ്മില് ദൈവം കൂട്ടിമുട്ടിച്ചത്. പരസ്പരം സ്നേഹം പങ്കുവെക്കാനുള്ള അവസരം ഉണ്ടായത്. ഞാനും കുട്ടനുമായിട്ടുള്ള വിവാഹം ദൈവനിശ്ചയമാണ്. അതെനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും ഞാൻ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറില്ല. ഇതിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞ് അമ്മ ഇനി എന്നെ നിർബന്ധിക്കരുത്. എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും നല്ല മനസ്സോടെ അമ്മ മുന്നിട്ട് നിന്ന് ഞങ്ങളുടെ വിവാഹം നടത്തി തരണം. അമ്മ ഞങ്ങളെ സ്വീകരിക്കണം.
അമ്മേ 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 ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് കുട്ടനെയും കൂടി ഒന്ന് കണ്ടിട്ട് പോവാം. ഇനി എന്തിനാ കാണുന്നത്? നീ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞല്ലേ? അമ്മേ മോശം. ഹരിയേട്ടാ, ഹരിയേട്ടാ, എന്തിനാ ഇത് വലിച്ചു വാരി എറിഞ്ഞ് നശിപ്പിക്കുന്നേ? എന്നെ വിട്. എനിക്കങ്ങ് ഭ്രാന്ത് പിടിച്ചിരിക്കുക. ഹരിയേട്ടാ പ്ലീസ് ഒന്ന് കൂളാവ്. ഇങ്ങനെ ഭ്രാന്തി പിടിച്ചതുകൊണ്ട് എന്താ കാര്യം? എടി, നമ്മൾ പ്ലാൻ ചെയ്ത് മുഴുവൻ പാഴായി പോയില്ലേ? കല്യാണം മുടക്കാനായി കച്ച കെട്ടി വന്ന സ്ത്രീകളാ മിണ്ടാട്ടം മുട്ടി തിരിച്ചു പോയത് നീ കണ്ടില്ലേ? ദേവിക ഉടുമ്പ് പിടിച്ചതുപോലെ അവളുടെ തീരുമാനങ്ങൾ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് ശ്രീകലയോ നമ്മളോ കരുതി കേട്ടാ. ഇവിടെ വന്നൊരു സീൻ ഉണ്ടാക്കുമ്പോ ദേവിക ശ്രീകലയുടെ വഴിക്ക് വരുമെന്നല്ലേ നമ്മൾ കരുതിയത്? ഫ്ലൈറ്റ് ടിക്കറ്റും കൊടുത്ത് സ്ത്രീകളെ വിളിച്ചു വരുത്തിയിട്ട് ഒരു ഫലവും ഇല്ലാതായി പോയല്ലോ. ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കിയിട്ട് എന്താ ചേട്ടാ കാര്യം? ഒന്നും നടക്കുന്നില്ല. വിചാരിച്ച പോലെ ഒന്നും നടക്കുന്നില്ല. ദേവിക ഇവിടെ പ്രവേശിപ്പിക്കാതിരിക്കാനായി എന്ത് പദ്ധതി ഒരുക്കിയാലും അതെല്ലാം നമുക്ക് തിരിച്ചടിയാവുക. ഹരിയേട്ടാ ഒന്ന് സമാധാനിക്കേ, നമുക്ക് വേറൊരു വഴി കണ്ടുപിടിക്കാം. വേറെ എന്ത് വഴി? മോനെ, എന്താടാ നിനക്കെന്തു പറ്റി? നീ ആകെ ടെൻഷനിലാണല്ലോ. എന്താ മോനെ കാര്യം? ഒന്നുമില്ല. ദേ, നീ വെറുതെ എന്നോട് കള്ളം പറയാൻ നിൽക്കരുത്. നിന്റെ മുഖം കണ്ടാൽ അറിയാലോ എന്തോ പ്രശ്നമുണ്ടെന്ന്. എന്താന്ന് വെച്ചാ കാര്യം പറ. അല്ലമ്മേ, അത് അല്ല, എന്നോട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നീ പറയണ്ട. അമ്മേ, നാളെ ദേവികയുടെ കല്യാണം. അതിന് നിനക്കിപ്പോ എന്താടാ? അവള് കല്യാണം കഴിക്കോ സുഖമായി ജീവിക്കോ ചെയ്യട്ടെ. അതിന് നീ എന്തിനാ വിഷമിച്ചിരിക്കുന്നത്? അതമ്മേ, എനിക്കവള് കല്യാണം കഴിച്ചു പോകുന്നത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എടാ, നീ എന്തിനാ അത് ഉൾക്കൊള്ളുന്നേ? നീയുമായി ഒരു വിവാഹത്തിന് താല്പര്യമില്ലെന്ന് തുറന്നു പറഞ്ഞിട്ടല്ലേ ദേവിക ഈ കല്യാണത്തിന് തയ്യാറായത്? പിന്നെ എന്തിനാ നീ അവളെ കുറിച്ച് ചിന്തിക്കുന്നേ? അല്ലമ്മേ, സിദ്ധാർത്ഥനെ പോലെ ഒരാള് ദേവിക നമുക്ക് കുട്ടിക്കാലം മുതൽ അറിയാവുന്നതല്ലേ. അവൾക്ക് എങ്ങനെയാ സിദ്ധാർത്ഥൻ ചേരുക? അവൾ എനിക്കുള്ളതായിരുന്നു. അവൾ എനിക്കുള്ളത് തന്നെയാ. മോനെ ആനന്ദ്, അമ്മേ, അവൾ എനിക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ലമ്മേ. എല്ലാവരും നിർബന്ധിച്ചപ്പോഴായിരിക്കും ചിലപ്പോ ദേവിക കല്യാണത്തിന് സമ്മതിച്ചത്. ആ സത്യം ചിലപ്പോൾ അവൾക്ക് എന്നോട് മനസ്സോർന്ന് പറയാനാവില്ല. ഞാനത് തിരിച്ചറിയണ്ടമ്മേ. സിദ്ധാർത്ഥന് അവളുടെ കഴുത്തിൽ താലി കിട്ടുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യണം. അവളെ രക്ഷിക്കണോ അമ്മേ? എന്താമ്മേ, അത് വേണ്ടേ? അവളെ ഞാൻ നഷ്ടപ്പെടുത്തണോ? ഇല്ല,
എനിക്ക് പറ്റില്ലമ്മേ. എനിക്ക് അവളെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല. നിന്റെ തീരുമാനം അതാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ. ഞാൻ ഒരിക്കലും എതിർക്കില്ല. നീയും ദേവികയും തമ്മിൽ വിവാഹം കഴിച്ച് കാണുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ.